ദൈവത്തിന് നാം വാഴ്ത്തപ്പെട്ടിട്ട് എല്ലാവർക്കും ക്രിസ്തുവിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹം ചിന്തിക്കാട്ട് 1 എഴുതിയ ലേഖനം 2-9 വാക്യം. നിങ്ങൾ അന്ധകാരത്തിന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയും രാജകീയ പുരോഹിതവർഗവുമാകുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. നിങ്ങളോ അന്ധകാരത്തിന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. അപ്പോൾ അന്ധകാരത്തിൽ കടന്നതായ ജനത്തിനെ അന്ധകാരത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് കർത്താവ് വിളിച്ചിരിക്കുകയാണ്. കർത്താവ് വിളിച്ചത് സൽഗുണങ്ങളെ ഘോഷിപ്പാൻ വേണ്ടി കർത്താവ് വിളിച്ചിരിക്കുന്നു. അപ്പോൾ അന്ധകാരത്തിൽ കടന്ന ജനത്തിനെ അതിൽ നിന്ന് വിടുവിച്ചിട്ട് സൽഗുണങ്ങളെ, കർത്താവിൻ്റെ നല്ല ഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവുമാണെന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്ന രാജകീയ പുരോഹിത വർഗം, കർത്താവിന് വേണ്ടി നിലനിൽക്കുന്ന രാജകീയ പുരോഹിത വർഗം. അപ്പോൾ അന്ധകാരത്തിൽ കിടക്കുന്നതായ ജനങ്ങളെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുവാൻ, അനേകർ വെള്ളത്തിലും തീയിലും കിടക്കുമ്പോൾ അവരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുവാൻ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമാണ് നാം എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ ആ അവിളിയും തിരഞ്ഞെടുപ്പും മനസ്സിലാക്കി അത്യുന്നതിന് വേണ്ടി നിലനിൽക്കാൻ നമുക്ക് ശ്രമിക്കാം. പത്രോസ് പറയുന്ന ഈ തിരുവചനം നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ. ഈ തിരുവചനങ്ങളാൽ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കും. ഒരു വാക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായ സ്തോത്രം. ദൈവങ്ങളെ കേൾപ്പിക്കുന്നു. കേൾക്കപ്പെട്ട വചനം അനുഗ്രഹമായി തീരണം. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കണം. വലിയ വിടുതൽ ദൈവമായിരിക്കണം. ഈ കർത്താവ് രോഗികൾ സൗഖ്യമാകുവാൻ സ്വർഗ്ഗം ഇടവരുത്തണം. പ്രാർത്ഥനകർത്തനായ സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ല സുദിനം ആശംസിക്കുന്നു. ആമേൻ.